ഹായ്. സമയം 2:59. പിന്നെ നമ്മൾ 2 ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും നമ്മൾ ലോസ് ബുക്ക്. ഫസ്റ്റ് ട്രേഡ് 9:16 ഓപ്പണിങ്ങിൽ തന്നെ. അത് ഓപ്പണിങ്ങിൽ നല്ല പുളി ഉണ്ടായിരുന്നു. ഓപ്പണിങ് ഫസ്റ്റത്തെ 1 മിനിറ്റിൽ തന്നെ ഏകദേശം 18K അടുത്ത് പുളി ഉണ്ടായിരുന്നു. 5 മിനിറ്റ്സിലാണെങ്കിൽ നോക്കുമ്പോൾ 35K ഉണ്ട്. സെക്കൻഡ് 5 മിനിറ്റ്സിൽ ഏകദേശം എന്താ പറയുക 19K അടുത്ത് പുളി ഉണ്ടായിരുന്നു. സോ നമ്മളെ ഫസ്റ്റത്തെ ആ വോളിയം കണ്ടിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തത്. 373 മേടിച്ച് നമ്മൾ ഈ ക്യാൻഡിലൊക്കെ ആകുമ്പോഴാണ് SL ബുക്ക് ചെയ്ത് 343. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പുട്ടും കൂടി നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. നമ്മൾ 10 മണി ഏകദേശം ഈ ഒരു ക്യാൻഡിലൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അത് എൻട്രി ചെയ്ത്. അത് 10-20 ആകുമ്പോൾ നമ്മൾ ഇതായിരിക്കും നല്ലൊരു മൂല്യത്തിൽ ബൈ കണ്ടപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത്. പിന്നെ മാർക്കറ്റ് ഒന്ന് ഹൈ പോയി. പിന്നെ അവിടെ നിന്ന് സഡൻ ഫോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ മാർക്കറ്റ് ഇത് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു. നമുക്ക് നോക്കി നോക്കാം. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ കോൾ ഓപ്ഷൻ എടുക്കാനൊരു കാരണം ഉണ്ടാവും. കോൾ ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴയൊരു സിംഗിൾ പ്രിൻ്റ് ഉണ്ട്. ഏകദേശം നവംബർ 7-ാം തീയതി. ഞാൻ ഏകദേശം അതുവരെ മാർക്കറ്റ് മൂവിയും ഹൈ വരെ മൂവി എന്നില്ലായിരിക്കണം ഫസ്റ്റ് നമ്മളൊരു കോൾ എടുത്തിരുന്നത്. പക്ഷേ മാർക്കറ്റ് മൂവി ഇതിൽ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത് രണ്ടാമത്തെ ട്രേഡും ലോസ് ബുക്ക് ചെയ്ത്. സോ നമ്മളന്നത്തെ ലോസ് തന്നെ 1400 രൂപയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു 24,440 റേഞ്ച് ഭയങ്കര റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യേണ്ട ആ ഒരു സിംഗിൾ പ്രിൻറ്റിൻ്റെ ഹൈ. നമുക്ക് എന്തായാലും നോക്കാം വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് അവിടെ എങ്ങനെ ഈ ഒരു സിംഗിൾ പ്രിൻറ്റ് കാണുന്നില്ലേ അവിടെ നമുക്ക് എങ്ങനെ എന്താ പറയുക മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ. പിന്നെ നമ്മൾ എൻട്രിയും കാര്യങ്ങളും കാണിച്ചു തരാം. ഓർഡേഴ്സ് ഇതാ. നമ്മൾ ഫസ്റ്റ് ഓർഡർ 9:16 373.7 മേടിച്ച് 343.35 കൊടുത്ത്. ദെൻ അത് കഴിഞ്ഞിട്ട് മേടിച്ച് 370 മേടിച്ച് 344.7 സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്ത്. ഇതാണ് നമ്മളിന്നത്തെ ലോസ് വരുന്നത്. ഓക്കെ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മാർക്കറ്റ് എന്തായാലും നാളെ നോക്കാം എവിടെ ഓപ്പൺ ആവണമെന്ന്.